നമുക്കൊക്കെ അത്യന്തം സങ്കടമുണ്ടാക്കിയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പ്രൊമോഷൻ വീഡിയോയുടെ ചിത്രീകരണത്തിലുണ്ടായ ഒരു യുവാവ് അപകടത്തിൽ മരിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട RTO മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വാഹനം ഓടിച്ച സാബിത്ത് റഹ്മാൻ കല്ലിങ്ങലിനെ 1 വർഷത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഡിഫൻഡർ കാർഡ് KL 10 BK 0001 വാഹനം ഓടിച്ച മുഹമ്മദ് റഷീദ് 6 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ അവരെ വിളിച്ച് ഇന്നലെ തന്നെ ഈ 2 പേർക്കും നോട്ടീസ് കൊടുക്കുകയുണ്ടായിരുന്നു. ഇന്ന് അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കാരണം അവരുടെ മറുപടി ലഭിച്ചു. എന്നാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് വാഹനം ഓടിച്ച് തന്നെ 2 പേർക്കും, ഒരാൾക്ക് 1 വർഷവും ഒരാൾക്ക് 6 മാസമായിട്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഷോപ്പിന്റെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചതെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അവര് മനഃപൂർവ്വം അല്ല, അങ്ങനെ യാദർച്ഛ്യമായിട്ട് അപകടം സംഭവിച്ചതായിട്ടാണ് അവര് മൊഴി തന്നിട്ടുള്ളത്. ഈ ബെൻസ് വാഹനത്തിന് എല്ലാ രേഖകളും ഉള്ളതാണോ? ജീവവാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല, പിന്നെ കേരള ടാക്സ് ഇല്ല. കേരളത്തിലേക്ക് അതിന്റെ മൊത്തം പേപ്പർ മാറ്റിയതാണോ? ഇതുവരെ മാറ്റിയിട്ടില്ല. ആ വണ്ടിയുടെ നമ്പർ നിലവിലുള്ള യഥാർത്ഥ നമ്പറാണോ? യഥാർത്ഥ നമ്പർ എക്സിബിറ്റ് അവിടെ വണ്ടി ചെയ്തിട്ടുള്ള TS 09 UA 9 ആണ്. ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് TS 09 GF 7636. വ്യാജമല്ല, നേരത്തെ ഈ തെലങ്കാനയിലെ ഫസ്റ്റ് രജിസ്ട്രേഷൻ നമ്പറാണ്. പേര് മാറുമ്പോൾ അടുത്ത നമ്പറിലേക്ക്. സാർ, ഈ കൃത്യമായ രേഖകൾ ഇല്ലാത്തതിന് എന്താണ് നടപടി? വാഹനത്തിന്റെ ടാക്സ്, ഇൻഷുറൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അതിന് നമ്മളിപ്പോ ഒരു MP-യുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, RC-യുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തെലങ്കാനയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് കിട്ടുന്ന മുറയ്ക്ക് RC സസ്പെൻഷൻ ഉള്ള നടപടിയിലേക്ക് നീങ്ങും. കൂടുതൽ പരിശോധനയ്ക്ക് പ്രത്യേക ടീമിനെ വെച്ചിട്ടുണ്ട്. ബ്രൈറ്റി ഇമ്മാനുവൽ, ഷബീർ മുഹമ്മദ് അവരുടെ നേതൃത്വത്തിൽ ഡീറ്റെയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഇതുവഴി പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ വെച്ച് ചേസിംഗ് വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നത് തന്നെ നഗ്നമായ നിയമലംഘനമല്ല. അതിന് മോട്ടോർ വാഹന വകുപ്പിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇപ്പം ഈ ഇൻസിഡന്റ് നടന്നതിന് നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസം ഈ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ഓൾട്ടറേഷൻ സംബന്ധമായി സൈലൻസർ ഓൾട്ടറേഷൻ അങ്ങനെ വിവിധ കേസുകൾ തന്നെ ഒരു നമ്മുടെ ഈ ഇവിടെ നിന്ന് തന്നെ ഒരു 70-ൽ കൂടുതൽ കേസ് എടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ആ ഏരിയയാണ്, ആ ബീച്ച് പ്രത്യേകിച്ച് എല്ലാ മന്തിരി നമ്മള് റൊട്ടീൻ വർക്കിന്റെ ഭാഗമായിട്ട് കേസുകൾ കിട്ടാറുണ്ട്, ചെയ്യാറുണ്ട്. ഈ ബെൻസ് വണ്ടി ഓടിച്ചത് ഈ സാബിത്ത് അതിന്റെ RC ഓണർ അല്ലല്ലോ. സാബിത്തിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ആ വാഹനത്തിന് അലവിനിടിച്ച ബെൻസിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്.